യൗസേപ്പ് പിതാവിൻ്റെ പേരിലാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും അവനാ തച്ചൻ്റെ മകനല്ലേ, അവനാ ജോസഫിൻ്റെ മകനല്ലേ, അപ്പൻ്റെ പേരിലാണ് ഈശോ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവനാ മരപ്പണിക്കാരനല്ലേ, അവനാ മരപ്പണിക്കാരനല്ലേ. ഞാൻ വിചാരിക്കണം, അപ്പന്മാരുടെ മാതാപിതാക്കളുടെ കടമ എന്താണെന്നറിയാവോ? മക്കള് ജീവിച്ച് അങ്ങനെ വരുമ്പോൾ അവരപ്പൻ്റെയോ അമ്മയുടെയോ തണലിൽ പേരിൽ അറിയപ്പെടേണ്ടവരല്ല. അവർക്ക് സ്വന്തമായൊരു പേരുണ്ടാക്കി കൊടുക്കണം, അവർക്കൊരു സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ്. യൗസേപ്പ് പിതാവ് അത് ചെയ്തു. യൗസേപ്പ് പിതാവ് ഈശോയെ മരപ്പണി പഠിപ്പിച്ചു. തച്ചൻ്റെ മകൻ എന്നല്ല ഇനി അറിയപ്പെടേണ്ട, ഇവൻ ആ മരപ്പണിക്കാരനല്ലേ എന്നറിയപ്പെടേണ്ട വിധത്തിൽ ഈശോയെ മരപ്പണി പഠിപ്പിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമ്മൾ ചിലപ്പം മക്കൾ നമ്മളെക്കാളും ഉയർന്നു വരാൻ ചില അപ്പന്മാർക്ക് ഇഷ്ടമുണ്ടാകില്ല. തൻ്റെ പേര് തന്നെ കേൾക്കണം, എല്ലാവരും തൻ്റെ പേരിൽ അറിയപ്പെടണം വീട്, അങ്ങനെ വാശി പിടിക്കുന്നവരുണ്ടാകാം. പക്ഷേ വളർന്ന് വരുമ്പോൾ മക്കൾക്ക് പേരുണ്ടാക്കി കൊടുക്കണം, മക്കൾക്കൊരു ജീവിതത്തിലെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇത് യൗസേപ്പ് പിതാവ് ചെയ്തു.